നിങ്ങൾ വിളിക്കുന്നത് കേൾക്കുന്നവനും കാണുന്നവനുമായ അല്ലാഹുവിനെ ആണെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട. പക്ഷെ ഇന്ന് ആത്മീയതയുടെ ഒരു വശം ലൗഡ് സ്പീക്കറിലുള്ള പ്രഘോഷണങ്ങളാണ്. അതിൽ നമുക്ക് ദുആ സമ്മേളനങ്ങൾ കാണാം, സലാത്ത് വാർഷികങ്ങൾ കാണാം, അഖണ്ഡനാമ യജ്ഞങ്ങൾ കാണാം, രക്ഷാർച്ചനകൾ കാണാം. എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. എത്ര ആഘോഷിച്ചാലും കേൾക്കാൻ കഴിയാത്ത ദൈവങ്ങൾക്ക് വേണ്ടി. സംബന്ധിച്ചുമൊക്കെ ഇസ്ലാമികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്താതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് അവർക്ക് തന്നെയും അതിൻ്റെ ഒരു ദാർശനികമായ തലം ബോധ്യപ്പെടുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനും ദൈവവും തമ്മിൽ, മനുഷ്യനും സമൂഹവും തമ്മിൽ, മനുഷ്യർ പരസ്പരം ഒക്കെയുള്ള എല്ലാ ബന്ധങ്ങളെയും വിശ്വാസമാകുന്ന ഒരു നേർരേഖയിൽ ചാലിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വായനയിൽ തകരാറ് സംഭവിച്ചാൽ തുടർന്നുള്ള സമീപനങ്ങളിലൊക്കെയും അതിൻ്റെ തകരാറുകൾ പ്രകടമായിക്കൊണ്ടിരിക്കും. ആത്മീയതയെ സംബന്ധിച്ച പല ചർച്ചകളുമുണ്ട്. ഞാനിവിടെ ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിനിടക്ക് അതിൻ്റെ അത്ര വലിയ തലങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ പ്രസക്തം എന്ന് തോന്നിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് ആത്മീയത എന്ന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആത്മീയത എന്ന് കരുതുന്ന ഒരു സമീപനമുണ്ട്. അങ്ങനെ ഒരൊറ്റ വാചകത്തിൽ അതിനെ വിശദീകരിച്ചാൽ ഇസ്ലാമികമായ അതിൻ്റെ തലങ്ങൾ മുഴുവൻ പ്രകടിപ്പിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. ഇസ്ലാമിക ദൃഷ്ട്യാ ഏറ്റവും വലിയ ഒരു ആത്മീയ കാര്യം നമസ്കാരമാണ്. ഇസ്ലാമിലെ നമസ്കാരം, സ്വലാത്ത് എന്ന് അറബിയിൽ പ്രയോഗിച്ചിട്ടുള്ള നമസ്കാരം, ആ നമസ്കാരമാകുന്ന ശുദ്ധ ആത്മീയ കാര്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു പരാമർശം നമസ്കരിക്കുന്നവർക്ക് നാശം എന്നുള്ളതാണ്. അധ്യായമൊക്കെ നിങ്ങൾക്കറിയാം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. നിസ്കരിക്കാതിരിക്കുന്നവർക്ക് നാശം എന്നല്ല, അങ്ങനെ ഒരു സൂക്തം വിശുദ്ധ ഖുർആനിലില്ല. വിശുദ്ധ ഖുർആനിലുള്ളത് നമസ്കരിക്കുന്നവർക്ക് നാശം എന്നുള്ളതാണ്. അപ്പം നമസ്കാരം നാശഹേതുകമായ ഒരു കാര്യമായതുകൊണ്ടല്ല. നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരം. അതിന്മേൽ അത്രമേൽ പ്രാധാന്യമുള്ള വേറെ ഒരു വിഷയവുമില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഈ വേദിയിൽ പരാമർശിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഭിന്നാഭിപ്രായമില്ലാത്ത ഒരു വിഷയമാണത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് സന്മാർഗം ലഭിക്കുന്നതിന് അർഹത നേടുന്ന, അല്ലെങ്കിൽ അത് സന്മാർഗദായകമായി പ്രയോജനപ്പെടുന്ന ആളുകളുടെ ഗുണവിശേഷം പറയുമ്പോൾ അതിൽ വളരെ ഗൗരവത്തോടെ പ്രാധാന്യപൂർവ്വം അല്ലാഹു എണ്ണിയിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം. അങ്ങനത്തെ നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നമസ്കാരക്കാർക്ക് നാശം എന്ന് പരാമർശിച്ചത് എന്തുകൊണ്ടാണ്? ഇനി നിങ്ങൾ വേറെ കുറെ ഹദീസുകൾ പരിശോധിച്ചു നോക്കൂ. ആ ഹദീസുകളിലൊക്കെ തികച്ചും ഭൗതികമായ മതപരമായ ഒരു ചർച്ചയിൽ ഒരു കാരണവശാലും ഇടം കിട്ടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പുണ്യകർമ്മം എന്ന് വിശേഷിപ്പിച്ചത് കാണാം. പല സംഭവങ്ങളുമുണ്ട്. വളരെ പെട്ടെന്ന് പറയാൻ പറ്റിയതും വളരെ വിചിത്രമായ, ഒരു പക്ഷേ അതാദ്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാവുന്നതുമായ ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ഇണയുമായി ബന്ധപ്പെടുന്നത് പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. അപ്പോ അത് മതപരമായ ചർച്ചയിൽ തന്നെ വരുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിനും പുണ്യം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിക ദൃഷ്ട്യാ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? പാടിൽ ആത്മീയത എന്നത് മനുഷ്യൻ സ്രഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ട് നിലകൊണ്ട് നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പടച്ചവന്റെ കൽപ്പനകൾ
അങ്ങനെയുള്ള സാക്ഷാൽ നമസ്കാരമുള്ളതെങ്കിൽ ആ നമസ്കാരക്കാരന് നാശം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമസ്കാരത്തെക്കാൾ വലിയ ഒരു ആത്മീയ കാര്യത്തെ വേറെ കാണിക്കുക സാധ്യമല്ല. അല്ലദീനഹും വികാരത്തിൽ അശ്രദ്ധനാണ് എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി ചെയ്യുകയാണ്. ഇതിന്റെ യഥാർത്ഥ നിർദ്ദേശ സ്വഭാവത്തിൽ ഇതിനോട് നീതി പുലർത്തിയിട്ടല്ല അയാൾ ഈ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. യഥാർത്ഥത്തിൽ അനുസരണം നിഷ്കളങ്കമായും പ്രപഞ്ചനാഥനാക്കിക്കൊണ്ട് അവന് വിധേയനായി നിലകൊള്ളും. എന്തിന് പ്രപഞ്ചനാഥ ഖുർആനിന് കൃത്യമായ മറുപടി ഉണ്ട്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്, അവനാണ് ഇവിടത്തെ നിങ്ങളുടെ അവധികളിൽ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റുന്നതിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന പങ്കുകാരിൽ ആർക്കെങ്കിലും വല്ല പങ്കുമുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അമ്മൻ ജഅലൽ അർള ഖറാറൻ വജഅല ഖിലാലഹാ അൻഹാറൻ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ. ആരാണ് ഭൂമിയെ വാസയോഗ്യമാക്കിയത്? ആരാണ് ഭൂമിയെ വാസയോഗ്യമാക്കിയത്? ആരാണ് ഭൂമി ആടിയുലയാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ കൊണ്ട് നങ്കൂരമിട്ടത്? ആരാണ് ഈ രണ്ട് സമുദ്രങ്ങൾ ഒന്നിച്ചൊഴുകുമ്പോൾ തമ്മിൽ കൂടിക്കലർന്ന് രണ്ടിനം വെള്ളത്തിന്റെയും ദൗത്യം വെവ്വേറെ സൂക്ഷിക്കുന്ന വിധം അതിന്റെ ഇടയിൽ മതിലുകൾ ഉണ്ടാക്കിയത്? എവിടെയോ ഒരു പുഴ, വേറെ എവിടെയോ ഒരു സമുദ്രം, അങ്ങനെയല്ല. രണ്ട് സമുദ്രങ്ങൾ ഒന്നിച്ചങ്ങനെ, അങ്ങനെയുമുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ അത് പഠിച്ചിട്ട് പറയുന്നത്. അതിനെത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകൻ മാനവ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഉപ്പുവെള്ളത്തിന്റെ ദൗത്യം. അങ്ങനെ ഒരു ദൗത്യം ഈ ഭൂമിയിൽ ഉപ്പിനുണ്ട്. ഭൂമിയെ പുറത്തു നിന്നിങ്ങനെ നോക്കിയാൽ അള്ളാഹു ഉപ്പിലിട്ടു വെച്ചതുപോലെ തോന്നും. അങ്ങനെയാണ് ഭൂമിയുടെ കിടപ്പ്. അതുകൊണ്ട് ഉപ്പുവെള്ളത്തിന് അതിൻ്റെതായ ദൗത്യം, ശുദ്ധജലത്തിന് അതിൻ്റെതായ ഡ്യൂട്ടി. ഇത് രണ്ടും തകരാറിലാകാത്ത വിധം രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഈ മറയുണ്ടാക്കിയതാരാണ്? ഇങ്ങനെ ഈ കാര്യങ്ങൾ ദിനം ദിനെ നിങ്ങളുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലേശം ചിന്തിച്ചുകൂടെ? ഇതിന്റെ കൂടെ ഈ കാര്യനിർവഹണത്തിൽ അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടോ? അപ്പൊ ഒരൊറ്റ അധികാര കേന്ദ്രമേ ഉള്ളൂ, ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഒരൊറ്റ നാഥനേ ഉള്ളൂ. അങ്ങനെ താളസുന്ദരമായി മനോഹരമായിട്ട് അങ്ങനെ ഈ ആകാശലോകം നിലകൊള്ളുമ്പോ അവൻ നമ്മോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനും നമ്മൾ കൽപ്പിക്കപ്പെടേണ്ടവനുമായി മാറുകയാണ്. ഞാൻ പോകുന്നത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആത്മീയതയെ കുറിച്ച് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന് വഴിപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഇസ്ലാമിക ദൃഷ്ടി ആത്മീയത എന്ന് പറയുന്നത്. ഈ വഴിപ്പെടലിൽ നിന്ന് മനുഷ്യൻ കുതറിച്ചാടിയാൽ പിന്നെ അവന്റെ നമസ്കാരം പോലും അനാവശ്യമാണ്, അല്ലെങ്കിൽ ശിക്ഷാർഹമായ ശാപാർഹമായ കാര്യമാണ്. കാരണം അവന്റെ നമസ്കാരത്തിന്റെ സാക്ഷാൽ പ്രചോദനം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അയാൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്ന് ഖുർആൻ അദ്ദേഹത്തിന്റെ മേലെ ഒരു ചാർജ് ഷീറ്റ് പെടുത്തിയിരിക്കുന്നു. അതിലത് മാത്രമല്ല ഉള്ളത്, അയാൾ പരോപകാര വസ്തുക്കളെ തടയുന്നവനുമാണ്. അപ്പൊ നമസ്കാരം എന്ന് പറയുന്ന ആത്മീയ കാര്യത്തിന്റെ നിർവഹണത്തിൽ തകരാറ് സംഭവിച്ച ആളുടെ നേരെ രണ്ട് ചാർജ് ഷീറ്റുകൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. അതിലൊന്ന്, ഇയാളും ഇയാളുടെ നാഥനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണമോ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വേഗം മനസ്സിലാകും. ഒരു ആത്മീയ കർമ്മത്തിൽ നമ്മളും നമ്മുടെ റബ്ബും, നമ്മളും നമ്മുടെ നാഥനും, നമ്മളും മനുഷ്യനും അവന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഈ ആത്മീയ കർമ്മത്തിലൂടെ ശക്തി പ്രാപിക്കണമോ അങ്ങനെ ശക്തി പ്രാപിച്ചിട്ടില്ല. പക്ഷെ ഖുർആൻ അവിടെ നിർത്തിയില്ല. ഖുർആൻ ഈ നമസ്കാരക്കാരൻ, ശാപാർഹനായ നമസ്കാരക്കാരന്റെ മേലെ രണ്ടാമതൊരു ചാർജ് ഷീറ്റ് കൂടിയുണ്ട്. അതാണ് ഇസ്ലാമിലെ ആത്മീയതയുടെ സവിശേഷത എന്ന് ഞാൻ ഇവിടെ പറയും. എന്താണ് ആ രണ്ടാമത്തെ ചാർജ് ഷീറ്റ്? അയാൾ പരോപകാര വസ്തുക്കളെ തടയുന്നവനാണ്. നിങ്ങൾ പടപ്പുകളിൽ നിന്നകന്ന് പടച്ചവനെ തേടി പുറപ്പെടാൻ പാടില്ല. നിങ്ങൾ പടപ്പുകളിലേക്ക് അടുത്ത് പടച്ചവനെ പാടെ മറക്കാനും പാടില്ല. പടപ്പുകൾ പടച്ചവനുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് പടപ്പുകളോട് നിങ്ങൾ അങ്ങനെ ഒന്നിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. ഇത് രണ്ടും ഏറ്റുമുട്ടുന്ന രണ്ട് ഘടകങ്ങളല്ല. ഇത് ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ കുറെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പ്രഭാഷണം നടത്താം. ഞാനിപ്പോ അതിന്റെ ആ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കൽ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ ഒരു പരാമർശം ഇവിടെ നടത്തിയിട്ടുള്ളത്. ആത്മീയത എന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രപഞ്ചനാഥന് വഴിപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ്. കച്ചവടക്കാരനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വചനമാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ, വിശ്വസ്തനായ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ.
എന്നിട്ട് ആ കച്ചവടക്കാരനെ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണിയിരിക്കുകയാണ്. പ്രവാചകന്മാർ സമൂഹത്തിന്റെ ആശയപരമായ സുഭിക്ഷതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണെങ്കിൽ കച്ചവടക്കാരൻ സമൂഹത്തിന്റെ സാമ്പത്തികമായ സുസ്ഥിതിക്ക് വേണ്ടി അനുവദനീയമായ മാർഗേണ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. രണ്ടും അനിവാര്യമാണ്. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റഹ്ലത ശിതാഇ വസൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്. നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമാണിത്, സൂറത്ത് ഖുറൈശ്. അറബി സമൂഹത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയാൻ, അതുകൊണ്ട് ആ അറബികൾ ഈ പ്രപഞ്ചനാഥന് വഴിപ്പെട്ട് ജീവിക്കട്ടെ. ആ പ്രപഞ്ചനാഥൻ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു? അല്ലദീ അത്അമഹും മിൻ ജൂ, അവരുടെ വിശപ്പകറ്റി, വആമനഹും മിൻ ഖൗഫ്, അവർക്ക് നിർഭയത്വം നൽകി. അപ്പത്തിന്റെ പ്രശ്നം മതത്തിന്റെ പ്രശ്നമല്ല എന്ന് സിദ്ധാന്തിക്കുന്നവർ, അപ്പത്തിന്റെ പ്രശ്നം മതത്തിന്റെ പ്രശ്നമല്ല എന്ന് സിദ്ധാന്തിക്കുന്നവർ വിശുദ്ധ ഖുർആനിലെ ഈ പ്രാഥമികമായ അധ്യായത്തിന്റെ വിളംബരത്തിന്റെ കാമ്പും കാതലും അറിയാൻ കഴിയാത്തവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ മതത്തിന്റെ പ്രശ്നം എന്തോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്നതിനെ ഇങ്ങനെ സുമോഹനമായി സമ്മേളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ മനുഷ്യരുടെ സുഭിക്ഷതയുടെ വിഷയമുണ്ട്, അന്നത്തിന്റെ പ്രശ്നമുണ്ട്, നിർഭയത്വത്തിന്റെ വിഷയവുമുണ്ട്. ഇത് രണ്ടും ചെയ്തു തന്നു പ്രപഞ്ചനാഥൻ. അതുകൊണ്ട് ആ നാഥൻ അവർ വഴിപ്പെടട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയതയെ കുറിച്ച് ചിന്തിക്കുമ്പോ ജ്ഞാനരത്നാപഹാരായ തസ്മാ, ജാഗ്രത ജാഗ്രത. ശങ്കരാചാര്യര് പറഞ്ഞിട്ടുണ്ട്, കാമവും ക്രോധവും ലോഭവും ജ്ഞാനമാകുന്ന രത്നത്തെ അപഹരിച്ചെടുക്കുന്ന കള്ളനാണ്, തസ്കരനാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും നിയന്ത്രിക്കണമെന്നല്ല, ഇതിനെ നിയന്ത്രിക്കണമെന്നല്ല, നിഗ്രഹിക്കണമെന്നാണ്, അതിനോട് സമരം നടത്തണമെന്നാണ്. അങ്ങനെ ഭീകര സാഗര തീരങ്ങളിൽ, ബീഭത്സ മലമടക്കുകളിൽ, ഭീതിത ഗുഹാന്തർമുഖങ്ങളിൽ, എല്ലാ സാമൂഹ്യ ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞ് ഒരാൾക്ക് ഒളിച്ചോടാൻ കഴിയുമെങ്കിൽ അവനാണ് വിശുദ്ധി നേടുക എന്ന പൗരോഹിത്യ മതങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് ഇസ്ലാമിനെ ചേർത്ത് വെക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പ്രാഥമികമായ അധ്യാപനങ്ങളെ കുറിച്ച് പോലും വിവരമുള്ളവർക്ക് സാധ്യമല്ല. ഇതൊരു വലിയ ഗൗരവപ്പെട്ട ചർച്ചയാണ്. ഇത് ഇന്ന് ഒരു പുതിയ വിഷയമായിട്ട് ഞാൻ ഇവിടെ പറയുകയല്ല. ഇത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഈ കാലഘട്ടത്തിലെ നവോത്ഥാന നായകനായ സയ്യിദ് അബുൽ ആല മൗദൂദി ലോകത്തോട് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് സംവദിക്കാൻ ആരംഭിച്ച കാലം മുതൽ, അതിനു മുമ്പേ ആ വഴിയിൽ സഞ്ചരിച്ച മഹാന്മാരൊക്കെയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത കാലം മുതൽ, എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ആകാശം ഭൂമിയെ ചുംബിച്ച അന്ന് മുതൽ, എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടുകൾ ഈ ലോകം കണ്ട കാലം മുതൽ ഈ കാഴ്ചപ്പാടുകൾ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു പുതിയ വിഷയമല്ല. പക്ഷേ ഈ ഒരു അടിത്തറയെ, ഈ ഒരു ദാർശനിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമീപിക്കണം. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ വായിച്ചെടുക്കണം, മതാധ്യാപനങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കണം. എന്നിട്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹം ഈ സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ നേതൃപരമായ പങ്ക് വഹിക്കണം. ഇതാണ് മുസ്ലിം സമൂഹത്തോടും ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ അതിനെ വേറൊരു രീതിയിൽ പറയാം. മതം സ്വകാര്യ ജീവിതത്തിൽ മതി എന്ന് സിദ്ധാന്തിക്കുന്നവരുണ്ട്. നമ്മൾ നിരന്തരം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. മതം പൊതുജീവിതത്തിലേക്ക് വരേണ്ടതില്ല, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ മതി. വേറെ ഒരു വശത്ത് നിങ്ങൾ ദീന് പറയുന്നവരല്ലേ, നിങ്ങൾ ദീന് പറഞ്ഞാൽ മതി, ദുനിയാവിലേക്ക് നിങ്ങൾ ഇടപെടണ്ട, ദീനിന്റെ കാര്യം വേറെയും ദുനിയാവിന്റെ കാര്യം വേറെയുമാണ് എന്ന് ഈ വാദത്തിന്റെ തന്നെ ഒരു മതപരമായ വേർഷനും ഒരു മതപരമായ വായനയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അന്ന് മുതലേ പറഞ്ഞിട്ടുണ്ട്, ഈ വായനകളിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. മതം സ്വകാര്യ ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞിട്ട് ദൈവത്തെയും മതത്തെയും നമുക്ക് സ്വകാര്യതകളിൽ ഒളിപ്പിച്ചു വെക്കാം. അതാണ് അതിന്റെ ഒരു വശം. വേറൊരു വശം, ഈ ഒരു കാഴ്ചപ്പാട് മനുഷ്യനെ ഒരു പരിധി വിട്ട് സ്വാധീനിച്ചാൽ മതത്തിന്റെ പേര് പറഞ്ഞ് സ്വകാര്യതകൾ തേടി മല കയറാനും മനുഷ്യരെ പ്രേരിപ്പിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് അപകടങ്ങളെയും ജമാഅത്തെ ഇസ്ലാമി അതിന്റെ രൂപീകരണ കാലം മുതൽ ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്തു പോന്നിട്ടുണ്ട്. മനുഷ്യൻ അങ്ങനെ മതം എന്തിനാണ് ഈ ദീൻ, എന്തിനാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്ന ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം? ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിങ്കൽ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം ആകുന്നു എന്നാണ് ഞാനിപ്പോ ആയത്തിനർത്ഥം പറയുന്നത്.
അള്ളാഹുവിങ്കൽ അദ്ദീൻ എന്ന് പറയുന്നത് അൽ ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. എന്തിനാണ് ഈ മതം എന്ന് പറയുന്നത്? കുറച്ച് ആചാരങ്ങൾ, പൂജകൾ, കുറച്ച് നമുക്കെന്തോ മനസമാധാനം കിട്ടാൻ എന്തോ കുറെ ചൊല്ലലുകൾ, എന്തോ കുറെ പ്രവൃത്തികൾ, അതിന്റെ മുമ്പത്തെ നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഓരോരുത്തരും സ്വകാര്യമായിട്ട് എന്തോ കുറച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അതിന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ എന്ത് സ്വാധീനമാണുള്ളത്? ഇസ്ലാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടിന്റെ പേരാണ് മതമെങ്കിൽ അങ്ങനത്തെ ഒരു മതത്തിന് പ്രസക്തിയേയില്ല. കാരണം സ്വകാര്യ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ റൂമിൽ ഒറ്റക്ക്, വേറെ ആരും അവിടെയില്ല. അവിടെ ഞാൻ മുത്തക്കിയാകുന്നു എന്നുള്ളത്, അവിടെ ഞാൻ സത്യസന്ധനാവുക എന്നുള്ളത്, വിശ്വസ്തനാവുക എന്നുള്ളത് ഒരു പ്രസക്തിയില്ല വർത്തമാനത്തിന്. നേരെ മറിച്ച് അവിടെ ഒരാളും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് സാമൂഹ്യ മര്യാദകൾ പാലിക്കാതെ ഞങ്ങൾ ഒത്തുപോകില്ല. ആ റൂമിൽ കുറച്ചുകൂടി അധികം ആളുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം സാമൂഹിക മൂല്യങ്ങൾ ആ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും എന്നുള്ളതാണ്. അങ്ങനെ പിന്നെയും പിന്നെയും ആളുകളുടെ എണ്ണം കൂടുമ്പോൾ, അപ്പൊ ഒരു വലിയ സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് നമ്മൾ വിഭാവന ചെയ്യുമ്പോൾ ആ സാമൂഹ്യ ജീവിതത്തിന്റെ അന്തർധാരയായിട്ട് ഒരു നല്ല സാമൂഹിക പറ്റുള്ള ഒരു ആത്മീയ ദർശനത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടും. അതാണ് മതത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ മതം ഏറ്റവും പ്രസക്തമാകുന്നത് പൊതുജീവിതത്തിലും വിശാലമായ മേഖലകളിലുമാണ്. അപ്പൊ ദീനിന്റെ കാര്യം വേറെയും ദുനിയാവിന്റെ വേറെ കാര്യം വേറെയുമാണ് എന്ന് പറയുന്നതും, മതം സ്വകാര്യ ജീവിതത്തിൽ ഒതുക്കിയാൽ മതി എന്ന് പറയുന്നതും മനുഷ്യനെ ഒളിച്ചോടാൻ, ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. അത് ചിലപ്പോൾ ദൈവത്തെ ഒളിപ്പിച്ചു വെക്കലാകാം, ചിലപ്പോൾ മനുഷ്യൻ തന്നെ ഒളിച്ചോടലാകാം. രണ്ട് സംഭവിച്ചാലും അതിൽ അത്ഭുതമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആത്മീയ വ്യതിചലനത്തിന്റെ പല തലങ്ങളെ പറ്റിയും നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ആത്മീയ വ്യതിചലനത്തിന്റെ ഒരു വശം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ആത്മീയതയാണ്. ആത്മീയത കൊണ്ട് പൊറുതിമുട്ടാണ് മനുഷ്യർ. നമ്മളിപ്പോ കുറെ കാലമല്ലോ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇത്രയും കൊട്ടിഘോഷങ്ങളില്ലാതെ പടച്ചവന്റെ പ്രീതി നേടാൻ ശ്രമിച്ചിട്ടില്ലേ? നമ്മൾ മുൻഗാമികളായ ആളുകൾ ശ്രമിച്ചിട്ടില്ലേ? ഇന്ന് നിങ്ങൾക്ക് ഇക്കഴിഞ്ഞ എന്റെ വ്യക്തിപരമായി എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. ഒരുപാട് ആളുകൾ പല സംസാരത്തിനിടയിലും പറഞ്ഞു, റമളാനിന്റെ അവസാനത്തപ്പത്തിൽ 27-ാം രാവിൽ പല പള്ളികളുടെയും പരിസരങ്ങളിലുള്ളവർക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. പരിപാടി മൊത്തം ലൗഡ് സ്പീക്കറിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും കൂടിയിട്ട് ഒരിക്കൽ ഇങ്ങനെ യാത്ര പോകുമ്പോ, ഒരു മല കയറുമ്പോ, ഒരു കുന്ന് കയറുമ്പോ അവര് സഹാബിമാര് ഉറക്കെ അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലേശമായിട്ട് ശബ്ദം കൂടി. റസൂലുള്ളാഹി ഇടപെട്ടു. യാ അയ്യുഹന്നാസ് ഇർബഉ വലാ അൻഫുസികും ഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ ഇന്നഹും തദഊന സമീഉൻ ബസീറ. വിശ്വാസികളെ, നിങ്ങളൊരു മിതത്വം പാലിക്കും. നിങ്ങൾ എന്തിനിങ്ങനെ അലറണം? ഇതാണ് റസൂലുള്ളാഹിയുടെ ചോദ്യം. ഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബ. നിങ്ങൾ വിളിക്കുന്നത് സ്ഥലത്തില്ലാത്തവനെയോ കാത് കേൾക്കാത്തവനെയോ അല്ല. നിങ്ങൾ വിളിക്കുന്നത് കേൾക്കുന്നവനും കാണുന്നവനുമായ അല്ലാഹുവിനെ ആണെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട. പക്ഷെ ഇന്ന് ആത്മീയതയുടെ ഒരു വശം ലൗഡ് സ്പീക്കറിലുള്ള പ്രഘോഷണങ്ങളാണ്. അതിൽ നമുക്ക് ദുആ സമ്മേളനങ്ങൾ കാണാം, സലാത്ത് വാർഷികങ്ങൾ കാണാം, അഖണ്ഡനാമ യജ്ഞങ്ങൾ കാണാം, രക്ഷാർച്ചനകൾ കാണാം. എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്. എത്ര ആഘോഷിച്ചാലും കേൾക്കാൻ കഴിയാത്ത ദൈവങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ മനുഷ്യൻ ആത്മീയതയുമായിട്ട് ഈ ബഹളമായി ആത്മീയതയെ മാറ്റിയിട്ട് നിങ്ങൾക്ക് മതസ്ഥാപനങ്ങളുടെ സമീപത്ത് മനുഷ്യൻ എന്ന നിലക്ക് സമാധാനപൂർവ്വം ജീവിതം സാധ്യമല്ല എന്ന് വരുന്നുവെങ്കിൽ അതിന് മതം ഉത്തരവാദിയാണോ? ഇതാണ് ആത്മീയതയുടെ വ്യതിചലനത്തിന്റെ വളരെ ലളിതമായ ഒരു തലം. ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതിനെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ മണിക്കൂറുകളോളം ഒരാൾക്ക് പ്രസംഗം നടത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ നമ്മൾ കാണുന്നു, സുദീർഘമായ സൂറത്തുകൾ ഓതിക്കൊണ്ട് ദൈർഘ്യത്തോടെ നമസ്കരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലേക്ക് വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅസ്മഉ ബുകാ സബിയി. അപ്പൊ ഞാൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ഇത് തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യമൊന്നല്ല ഈ പറഞ്ഞത്. തറാവീഹ് നിസ്കാരത്തിൽ നീട്ടി ഓതുമ്പോ ഒരുത്തിന് നമസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് പിരിഞ്ഞു പോയാൽ മതി, അല്ലാതെ നമസ്കാരം ചുരുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദീർഘിച്ച് പ്രവാചകൻ നിസ്കരിച്ചിട്ടുണ്ട്. അത് ഐച്ഛികമായ നമസ്കാരമാണ്. ഒരാളെയും അതിൽ ബന്ധനസ്ഥനാക്കുന്ന അവസ്ഥയില്ല. എല്ലാവരും സ്വതന്ത്രരാകുന്നു എന്നുള്ളതാണ്. സലാത്തുൽ ലൈലി മസന, രാത്രി നമസ്കാരം ഈ രണ്ടാണ്. നിങ്ങൾക്ക് മതിയാകുമ്പോ നിങ്ങൾക്ക് നിർത്തിപ്പോകാം, ഒരു കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിർബന്ധ നമസ്കാരങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യനെ ബന്ദിയാക്കാൻ അവിടെ നിന്ന് അനുവദിച്ചിട്ടില്ല.
അതുകൊണ്ട് വലിയ സൂറത്തുകൾ ഓതിയിട്ട് വീട്ടി നമസ്കരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരം. അങ്ങനെ ഓത്ത് തുടങ്ങുമ്പോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. അതിലിപ്പോ സ്ത്രീകൾ പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിൽ വന്ന സ്ത്രീകളുടെ കൂടെയുള്ള കുട്ടികളാണോ പള്ളിയുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളാണോ, വിശദാംശങ്ങളിൽ നമുക്കിപ്പോ തർക്കിക്കണ്ട, അതിലൊക്കെ ഒരുപാട് പറയാം. പക്ഷേ ഞാൻ അതൊക്കെ വിട്ടിട്ട് പറയുന്നു, എന്തായാലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കും. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ ആ കുഞ്ഞിനോടൊപ്പം ആ കുഞ്ഞിന്റെ മാതാവിന്, നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞിന്റെ മാതാവിന് വിഷമമുണ്ടാകുമെന്ന് കരുതി ഞാൻ എന്റെ നമസ്കാരം ചുരുക്കും. ആലോചിച്ച് നോക്കൂ, അതാണ് ആത്മീയത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മനുഷ്യപ്പറ്റുള്ള ആത്മീയത എന്ന് നമുക്കതിനെപ്പറ്റി പറയാം. പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ സ്വന്തം കിടപ്പാടമില്ലാതെ കടയുടമ കടയടച്ചു പോയ ശേഷം കടത്തിണ്ണയിൽ കയറി കിടക്കാൻ കാത്തു നിൽക്കുന്ന പാവങ്ങളെ പോരുന്ന ഈ തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ഭരണാധികാരി നമ്മുടെ നാട്ടിൽ വന്നിട്ട് പൊട്ടിയതും പൊളിഞ്ഞതും ദ്രവിച്ചതും ഒഴിവാക്കിയതും വലിച്ചെറിഞ്ഞതും ഒക്കെ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റിന്റെ ദരിദ്ര നാരായണന്മാരുള്ള ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആർഭാട ജീവിതത്തിന്റെ ഭാഗമായിട്ട് കോടികൾ തുലച്ചു. ഒന്നും നിയമപരമായിട്ട് സമ്പാദിച്ചതല്ല, ചെലവഴിച്ചതും നിയമപരമായിട്ടല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ കുരുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരുടെ നേരെ വരും. അപ്പൊ വേളാങ്കണ്ണിയിലേക്കൊരു യാത്ര, അല്ലെങ്കിൽ ഗുരുവായൂരിലേക്കൊരു തുലാഭാരവുമായിട്ട്, അല്ലെങ്കിൽ നല്ല വിദ്വാൻമാരാണെങ്കിൽ 3 തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പോയി എന്ന് വരാം. അത് കഴിഞ്ഞിട്ട് വരുമ്പോ പത്രക്കാർ ചോദിക്കും, എങ്ങനെയുണ്ട്? എനിക്കൊരു സുഖം തോന്നുന്നു. കോടിക്കണക്കിന് രൂപ പൊതുമുതൽ കട്ടുമഴിച്ചതിന് ശേഷം എന്തോ ചില ആത്മീയ കേന്ദ്രങ്ങളിൽ പോയി കാണിക്കകൾ വെച്ച് തിരിച്ചു വരുമ്പോ സുഖം തോന്നുന്നു എന്ന് പറയാൻ പ്രേരണ നൽകുന്ന ആത്മീയതയുണ്ടല്ലോ. ഈ ആത്മീയതയെ കുറിച്ചല്ല. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ കുഞ്ഞു കരയുമ്പോ ആ പ്രാർത്ഥന നീട്ടി നടത്തിയാൽ ആ കുഞ്ഞിന് വിഷമമുണ്ടാകുമെന്ന് കരുതിയിട്ട് പ്രാർത്ഥന ചുരുക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ ആത്മീയതയുണ്ടല്ലോ. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് പുരോഹിതന്മാർ കൊണ്ടു നടക്കുന്നതും ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നതും മനുഷ്യനും ലൗഡ് സ്പീക്കറും തമ്മിൽ ബന്ധമായി തീർന്നതുമായ ആത്മീയതകൾ ആത്മീയ വ്യതിചലനത്തിന്റെയും കച്ചവടവൽക്കരണത്തിന്റെയും ഒരു വലിയ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് ഞാനിവിടെ പറയും. മാമിൻ നബിയ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ നബിയ്യിൻ മിൻ ഉമ്മത്തിൻ ഖബ്ലി, എനിക്ക് മുമ്പ് എന്റെ സമുദായത്തിൽ ഒരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂന വ അസ്ഹാബുൻ, ആ പ്രവാചകന് ആ സമൂഹത്തിൽ നിന്ന് അനുചരന്മാരും അതുപോലെ തന്നെ കൂട്ടാളികളും ഉണ്ടായിട്ടല്ലാതെ യത്തബിഊന ബിഹംദിഹി വയഖ്തദൂന ബിസുന്നതിഹി, ആ പ്രവാചകന്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുകയും ആ പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന അനുചരന്മാരും കൂട്ടാളികളും ഉണ്ടായിട്ടല്ലാതെ. എന്നിട്ട് കുറച്ചു കാലം അങ്ങനെ കുറെ കാലം ആ മനോഹരമായ അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയ ശേഷം ഈ മഹാന്മാരും നല്ലവരും നിഷ്കളങ്കരും സമർപ്പിതരുമായ ആളുകൾ ഓരോന്നോരോന്നായി മരിച്ച് കാലം എന്നെ മണ്ണോട് ചേരുകയും കാലം പിന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അങ്ങനെ അവരുടെ പിൻഗാമികൾ വന്നു. അവർ പ്രവർത്തിക്കാത്തത് പറയുകയും കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, കുഴപ്പങ്ങളില്ലാതെ ഈ സമൂഹത്തെ തിരുത്താൻ കയ്യൂക്ക് കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ, വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ എവിടെ കയ്യിലെടുത്താലും കുഴപ്പമുണ്ടാവും. അപ്പൊ അധികാരം പ്രയോഗിക്കാൻ അനുവാദമുള്ളവർക്കേ കൈകാര്യം ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടാണ്. വ്യക്തി നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയും ഇസ്ലാമിക സാമൂഹിക ക്രമം അനുവദിക്കുന്നില്ല. അപ്പൊ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അധികാരമുള്ളിടത്ത് ഫലപ്രയോഗത്തിലൂടെ ഇവരെ തിരുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, സതുപദേശത്തിലൂടെ ഇവരെ തിരുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അവനും മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഇനി മനസ്സായി ഇവരെ വെറുപ്പും അകൽച്ചയും പാലിച്ചുകൊണ്ട് ഇതിൽ പെടാതിരിക്കാൻ കരുതാനേ സാധ്യമാകുന്നു എങ്കിൽ ആ ഒരു കരുതലെങ്കിലും കയ്യിലുള്ളവൻ മുഅ്മിനാണ്. ഫലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, അതിനപ്പുറം ഈമാനിന്റെ ഒരു കണികയും ഈ 3 പറഞ്ഞ നിലപാടിനും അപ്പുറത്താണ് നിലപാടെങ്കിൽ ആ നിലപാടെടുക്കുന്നവരിൽ ഈമാനിന്റെ ഒരു കണികയും അവശേഷിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവർ പറയാത്തത് പ്രവർത്തിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു.
എന്ന് പറഞ്ഞാൽ എല്ലാവരെയും റമളാനിന്റെ അവസാനത്തെ പത്തിൽ പ്രവാചകൻ പള്ളിയിലേക്ക് വിളിക്കുമ്പോൾ അവർ ആളുകളെ പാടത്തേക്ക് വിളിക്കും. റമളാൻ അവസാനിച്ച ശേഷം ഈദുൽ ഫിത്തറിന്റെ ദിവസം പ്രവാചകൻ അവരെ പാടത്തേക്കോ പറമ്പിലേക്കോ വിളിക്കുമ്പോൾ ഇവർ പള്ളി വിട്ട് പോകരുത് എന്ന് ക്ഷണിക്കും. പ്രവാചകൻ സക്കാത്ത് നിങ്ങൾ സംഘടിതമായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഒറ്റക്കാണ് ചെയ്യേണ്ടത് എന്ന് ഇവർ സിദ്ധാന്തിച്ചുകൊണ്ടിരിക്കും. സലാത്തും ദിക്റും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോൾ അതൊക്കെ സംഘടിതമാക്കുവാനും ശബ്ദമുഖരിതമാക്കുവാനും ഇവർ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കും. അതാണ് യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എല്ലാം ആത്മീയതയുടെ പേരിലാണ്. ഇസ്ലാമികമായ സംസ്കാരത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ ആത്മീയത നമ്മൾ നിറവേറ്റുമ്പോൾ അത് മനുഷ്യപ്പറ്റുള്ള ആത്മീയത എന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ആ ഒരർത്ഥത്തിലാണ്. ഇന്ന് മതം പാലിക്കുക എന്നുള്ളത്, മതം പാലിക്കുന്നവനോടൊപ്പം ജീവിക്കുക എന്നുള്ളത് സങ്കീർണമായ ഒരു അനുഭവമായി തീരുന്നുവെങ്കിൽ മതത്തെ അതിന്റെ അക്ഷരവായനകളിൽ അവനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളാണ്. ഒരിക്കൽ ഞങ്ങൾ കുറച്ച് ആളുകൾ, ഞാൻ പല ചെറിയ വേദികളിൽ ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ആളുകൾ ഡൽഹിയിലേക്ക് യാത്ര പോകുമ്പോൾ അതേ വണ്ടിയിൽ അജ്മീറിലേക്കോ മറ്റോ പോകുന്ന ഒരു വലിയ സംഘം, ഒരു 10-40 ആളുകളുള്ള ഒരു സംഘവും യാത്ര ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളും അവരൊക്കെ തമ്മിൽ പരിചയപ്പെട്ട് തീവണ്ടിയിൽ മുഖാമുഖാണല്ലോ ഇരിക്കുന്നത്. മുഖാമുഖം അധികം നേരം ഉണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീവണ്ടിയിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. ബസ്സിൽ നമ്മളിങ്ങനെ പിന്തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താലും ഒരു മനുഷ്യനോടും നമുക്ക് പരിചയം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പരിചയക്കാരായി. അങ്ങനെ തമ്മിൽ പറഞ്ഞു, പരിചയപ്പെട്ടു, അടുത്തു. നമസ്കാരത്തിന്റെ സമയമായി. ഞങ്ങൾ അസറും ദുഹറും ഒളു ചെയ്ത് 2 റക്അത്തായി അതിന്റെ സമയത്ത് നിസ്കരിച്ചു. സൗകര്യം അനുസരിച്ച് അങ്ങോട്ട് മുന്തിച്ചോ പിന്തിച്ചോ നമസ്കരിച്ചു. അപ്പോ ഇത്ര ഞങ്ങളുടെ കൂടെയുള്ള ഈ 5-6 ആളുകൾ ഓരോ ഒളു കൊണ്ട് ഈ 2 കാര്യവും നിറവേറ്റി. അവർ ഈ 60 ആളുകളോ ഏതാണ്ട് 10, 40, 50, 60 അടുത്ത ആളുകളുണ്ട്. ഈ 60 ആളുകളും ദുഹർ നിസ്കരിച്ചു. 60 ആളും ഒളു ചെയ്തു. 60 ആളും മൂക്കിൽ വെള്ളം ചീറ്റി വായിൽ വെള്ളം കൊപ്പിളിച്ച് 3 പ്രാവശ്യം കഴുകി, കാല് നന്നായി കഴുകി. കാല് കഴുകിയതിനാൽ ചെരുപ്പ് ശുദ്ധിയില്ലാത്തത് കൊണ്ട് ചെരുപ്പ് വേറെ കഴുകി. തീവണ്ടിയിൽ വെച്ചിട്ടാണെന്ന് ഓർക്കണം. ഒളു എടുത്തു, ദുഹർ നിസ്കരിച്ചു. അസറിന്റെ സമയമായപ്പോൾ ഈ പറഞ്ഞ പണിയൊക്കെ വീണ്ടും ചെയ്തു. മഗ്‌രിബിന്റെ സമയത്തും ഇതേ പണികൾ ആവർത്തിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ രാത്രി ഭക്ഷണത്തിന്റെ സമയമായപ്പോഴേക്ക് വണ്ടിയിൽ വെള്ളമില്ലാതായി. ആ ബോഗിയിൽ അവർ അയൽവാസികളുടെ ബോഗികളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ബോഗിയിൽ പോയി. 2-3 ബോഗികളിൽ പോയി. അവസാനം പിറ്റേന്ന് രാവിലെ 10 മണിക്കേറ്റാണ് പിന്നെ ആ വണ്ടിയിൽ വെള്ളം നിറക്കാൻ പോണത്. ഒരു തുള്ളി വെള്ളമില്ലാത്ത കുറെ ബോഗികൾ. അപ്പോൾ ഇതിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ എന്ത് കരുതും? വളരെ കൃത്യമായ മതബോധം ഒരു കൂട്ടർക്കുണ്ടായാൽ അവരോടൊപ്പം സാമൂഹ്യ ജീവിതം സാധ്യമല്ല എന്ന ഒരു സന്ദേശം അവരവിടെ വിളംബരം ചെയ്തു എന്നുള്ളതാണ്. ഇസ്ലാം ഇതിന് ഉത്തരവാദിയാണോ? ഒരുപാട് വലിയ കാര്യങ്ങളെ പറ്റി പറയാതെ ഞാനൊരു പൊതു സദസ്സായതുകൊണ്ട് ഇങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ എന്റെ കാര്യം നടത്തുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ദർശനങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ വിഷയം ഇതാണ്: എങ്ങനെ നമ്മൾ മതത്തെ വായിച്ചെടുക്കുന്നു എന്നുള്ളത്, എങ്ങനെ നമ്മൾ മതത്തെ അനുഷ്ഠിക്കുന്നു എന്നുള്ളത്, എങ്ങനെ നമ്മൾ മതത്തോട് സമീപിക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം വിഷയമല്ല. അത് മനുഷ്യരുടെ, സമൂഹത്തിന്റെ, സാഹചര്യത്തിന്റെ, ചുറ്റുപാടുകളുടെ, പരിസ്ഥിതിയുടെ, ആവാസ വ്യവസ്ഥയുടെ മുഴുവൻ പ്രശ്നമായിട്ട് മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സൂറത്തുൽ അറാഫ് എടുത്തു നോക്ക്. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് അതിന്റെ അവസാന ഭാഗത്ത് നീ നിന്റെ റബ്ബിനെ വിനയത്തോടെയും ഭയത്തോടെയും ഭക്തിയോടെയും സ്മരിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സിൽ. അപ്പൊ നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ ഭയത്തോടെയും ഭക്തിയോടെയും നിന്റെ നാഥനെ ഓർക്കുക, നിന്റെ റബ്ബിനെ ഓർക്കുക. വാക്കുകൾ ഉറക്കയാക്കാതെയും. അപ്പൊ ഫീ നഫ്സിക ബിൽ ഉദുവി വൽ ആസാൽ, അവിടെ ഫീ നഫ്സിക നിന്റെ മനസ്സിൽ എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ അവസാനിപ്പിച്ചില്ല. വാക്കുകൾ ഉറക്കയാക്കാതെയും. നോക്കൂ നിങ്ങൾ. അപ്പൊ നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ സ്മരിക്കുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭയത്തോടും ഭക്തിയോടും കൂടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം നീ നിന്റെ റബ്ബിനെ ഭയത്തോടും ഭക്തിയോടും കൂടി പ്രഭാതത്തിലും പ്രദോഷത്തിലും വാക്കുകൾ ഉറക്കയാക്കാതെയും. അതാണ് വാക്കുകൾ ഉറക്കയാക്കാതെയും.
വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ കുറെ ആളുകൾ കൂടുമ്പോ ഒച്ചത്തിൽ ബഹളമാകുമ്പോ ബഹളത്തിൽ നിങ്ങൾക്ക് ലയിച്ചു ചേരാൻ പറ്റുമെന്നതുകൊണ്ട് മനസാന്നിധ്യം വിടാൻ സാധ്യതയുള്ളത് കൊണ്ട് മനസാന്നിധ്യം വിട്ടാൽ വെറും ബഹളമായി തീരുമെന്നതുകൊണ്ട് വെറും ബഹളം നിങ്ങളെ അശ്രദ്ധമാക്കുമെന്നതുകൊണ്ട് വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരിൽ പെട്ടുപോകരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സക്കാത്ത് ഒറ്റക്ക് ഒന്ന് സംഘടിതമാകണം എന്ന് പറയുമ്പോൾ അത് ഒറ്റക്കാകാൻ ചടിക്കുകയും സലാത്ത് ഒറ്റക്കാകണം എന്ന് പറയുമ്പോൾ അതിനെ ബഹളമുഖരിതമാക്കുകയും ചെയ്യുന്നത് ആത്മീയതയുടെ വ്യതിചലനങ്ങളുടെ പല സാമ്പിളുകളിൽ ഒന്നാണ്. അതിൽ കുറെ ചർച്ചകളുണ്ട്. ഞാൻ അതിന്റെ ഒരു വശം ഇത്ര മാത്രം ഇപ്പൊ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുകയാണ്. നേരെ മറിച്ച് ഇതിന്റെ വേറൊരു വശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 3 ആളുകൾ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ പോയ കഥ ഒരുപാട് കേട്ടതാണ് നമ്മൾ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കഥ എന്ന നിലക്ക് പറയേണ്ട കാര്യമില്ല. അത് കേട്ടപ്പോൾ ഇവർക്ക് തോന്നി വളരെ കുറവാണല്ലോ, പ്രവാചകൻ ഇത്രയേ ഉള്ളൂ, ഒരു പ്രവാചകനെ കുറിച്ച് വിചാരിച്ച ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ കേട്ടു നോക്കുമ്പോൾ ഇവർക്ക് തോന്നി ഇനിയിപ്പോ നമ്മളായിട്ട് പ്രവാചകൻ ഉപദേശിച്ച് നന്നാക്കാന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, നമുക്ക് നമ്മളെ കാര്യം നോക്കാം. അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ഇവര് തീരുമാനിച്ചു, ഒരാൾ തീരുമാനിച്ചു ഇനി ഉറങ്ങുന്ന പ്രശ്നമേ ഇല്ല, നേരം പുലരുവോളം നമസ്കാരം. രാത്രിയിലേ രണ്ടാമത്തവൻ തീരുമാനിച്ചു ഇനി പകൽ നോമ്പില്ലാത്തൊരു ദിവസവുമില്ല, എല്ലാ ദിവസവും നോമ്പ്. ലാ സാമ മൻ സാമൽ അബദ്, നിത്യ നോമ്പുകാരൻ നോമ്പെടുത്തിട്ടില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇയാൾ തീരുമാനിച്ചു ഇനി എല്ലാ ദിവസവും നോമ്പ്. മൂന്നാമത്തവൻ പ്രഖ്യാപിച്ചു കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? കല്യാണം എന്ന് പറഞ്ഞാൽ ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ, സന്താന പരിപാലനം, കുട്ടികളെ പഠിപ്പിക്കൽ, കുട്ടികളെ വലുതാക്കൽ, അവരെ കെട്ടിക്കൽ, അമ്മായി സൽക്കാരം, അങ്ങനെ എല്ലാത്തിന്റെയും തുടക്കം വിവാഹമാണ്. അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യൂല. ഇന്നത്തെ നമ്മൾ കൊണ്ടുനടക്കുന്ന ആത്മീയ മാനസിക വൈകാരിക തലം വെച്ചിട്ട് ഈ സംഭവത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. റസൂലുള്ള വന്നപ്പോൾ ഇത് കേട്ടല്ലോ, ഈ ആളുകൾ ഇങ്ങനെയൊക്കെ നിലപാടെടുത്തു എന്ന്. അപ്പോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആളുകളെ വിളിച്ചിട്ട് എന്താ അവരോട് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിനർഹരായ ആത്മീയ ആചാര്യന്മാരായ 3 മഹത്തുക്കളെ, നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ 3 മഹത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഈ സ്പോർട്സിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ 1, 2, 3 സ്ഥാനം കിട്ടിയവരെ കയറ്റി നിർത്തുന്ന ഒരു കട്ട. അങ്ങനൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഈത്തപ്പനമുട്ടിയിൽ ഇവരെ കയറ്റി നിർത്തിയിട്ട് നോക്കൂ, 1 നമ്പർ 1, 2, 3 അല്ല 3 ആളും ഒരേ ദർജയിലുള്ളവരാണെങ്കിൽ 3 മഹാന്മാരെ ഒരു ഉയരത്തിൽ കയറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇവരെ നോക്കൂ. അങ്ങനെയാണോ കൈകാര്യം ചെയ്തത്? ആത്മീയതയെ കുറിച്ച് ഇന്ന് നമ്മൾ കൊണ്ട് നടക്കുന്ന കാഴ്ചപ്പാട് ഇസ്ലാമിക ദൃഷ്ട്യ ബലപ്പെട്ടതായിരുന്നതെങ്കിൽ, സ്ഥിരപ്പെട്ടതായിരുന്നുവെങ്കിൽ, ആത്മീയതയെ സംബന്ധിച്ച് ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന വീക്ഷണങ്ങൾക്ക് പ്രാമാണിക ദൃഷ്ട്യ നിലനിൽപ്പുണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 പേരെയും ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് നമ്പർ 1, 2, 3 സഹാബത്തിന് പരിചയപ്പെടുത്തിയേനെ. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, തഖ്വയുടെ വിഷയത്തിൽ നിങ്ങളെക്കാൾ മുമ്പനാണ്. ഞാൻ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഒഴിവാക്കാറുണ്ട്, വിവാഹ ജീവിതം നയിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ ഇതാണ്. ഈ ചര്യയുടെ മുഖമുദ്ര സന്തുലിതത്വമാണ്. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അത് ചെലവഴിക്കുന്ന കാര്യത്തിലായാലും എല്ലാ വിഷയത്തിലായാലും മിതത്വം എന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അപ്രകാരം അല്ലാഹു നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു, ഒരു സന്തുലിത സമുദായം. നിങ്ങളുടെ എല്ലാ വീക്ഷണങ്ങൾക്കും ആ സന്തുലിതത്വമുണ്ട്. അള്ളാഹു നിനക്ക് ഈ ഇഹലോകത്ത് ഏകിയതെന്തോ അത് നീ തേടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അഥവാ അതാ ഇഹലോകം സ്വന്തമാക്കാനുള്ള പ്രയത്നങ്ങളുടെ ഇടയിൽ പരലോകത്തെ മറന്നു പോകരുത്. അപ്പൊ പരലോകത്തിന് വേണ്ടി പരലോകത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇഹലോകത്തെ സമീപിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്. ഈ സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഹദീസിനെ എങ്ങനെയോ വായിച്ചെടുത്തുകൊണ്ട് അട്ടിമറിക്കാവുന്ന അത്രമേൽ ദുർബലമല്ല. ഇവിടെ നേരത്തെ നമ്മുടെ മുന്നേ പ്രസംഗിച്ച മുജീബ് സാഹിബ് ഹദീസിനെ പറ്റി പറഞ്ഞു. ഇതൊരു പൊതുയോഗമായതുകൊണ്ട്
ഹദീസുകളുടെ ഒരു സൂക്ഷ്മ വിശകലനം ഇവിടെ അപ്രസക്തമാണെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക്, ആ സ്വഭാവത്തിൽ എന്റെ സംസാരം ചുരുക്കേണ്ടതുള്ളത് കൊണ്ടും ആ ചർച്ചയിലേക്ക് ഞാൻ ആ സ്വഭാവത്തിൽ ഇപ്പോൾ ഇവിടെ കടക്കുന്നില്ല. ഉചിതമായ ഒരു വേദിയിൽ വേണമെങ്കിൽ ആ കാര്യത്തിൽ ഏർപ്പെടുന്നതിന് വ്യക്തിപരമായിട്ട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഇത് അതിന് പറ്റുന്ന ഒരു സന്ദർഭമല്ല, അല്ലെങ്കിൽ സാഹചര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഹലാലായ സമ്പാദ്യം തേടി നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആടുകളുമായിട്ട് മല കയറിയിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഫിത്നകളിൽ നിന്ന് ഒളിച്ചോടാൻ അതൊരു സുരക്ഷിതമായ ഒരു സങ്കേതമായിട്ട് കുന്നുകളെ മലമുകളുകളെ കാണുന്ന ഒരവസ്ഥ വരും മുസ്ലിം സമൂഹത്തിന് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ചില്ലറ വ്യത്യാസത്തോടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആകെ ഒരു ഹദീസ് വെച്ചിട്ടാണോ ഇസ്ലാമിക ജീവിതത്തോടുള്ള സമീപനത്തെ സ്വീകരിക്കുന്നത്? ഹദീസുകൾ എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനമാണ്. ഹദീസ് ഇല്ലെങ്കിൽ പിന്നെ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നതിനോട് അടിസ്ഥാനമില്ല. ഹദീസ് വരുന്നതോടുകൂടി ഹദീസിനെ സ്വീകരിക്കുന്നതോട് ഹദീസ് തന്നെ വേണ്ട എന്ന് പറയുന്ന വിദ്വാൻമാരുണ്ട്. അവർ പറയുന്നത് ഇതിൽ ഒറിജിനലും വ്യാജനുമുണ്ട് എന്നാണ്. നോട്ടിലില്ലേ ഒറിജിനലും വ്യാജനും? ഒറ്റ രൂപയിൽ കള്ളനോട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. 1000-ന്റെയും 500-ന്റെയും നോട്ടിലാണ് കള്ളനോട്ടുകൾ കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ? 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾക്ക് വമ്പിച്ച മൂല്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹദീസുകളിൽ വ്യാജനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹദീസിന്റെ ഒറിജിനലിന് വലിയ വിലയുണ്ട് എന്നാകുന്നു. അപ്പൊ വ്യാജനുണ്ട് എന്ന് കരുതിയിട്ട് ഒറിജിനലിനെ തള്ളുന്നവർ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നവരാണ്. അതിനെപ്പറ്റി പറയാതിരിക്കുകയാണ് നല്ലത്. ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും കൂടി ചേർന്നതാണ്. ഇത് രണ്ടിൽ നിന്ന് ഒന്നെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോ അതിൽ ഒരുപാട് ഹദീസുകൾ ഉണ്ടാവും. ഖുർആനും ഖുർആനിനോട് യോജിക്കുന്ന ഹദീസുകളുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഖുർആനിന്റെ അടിത്തറയിൽ ഈ ഹദീസുകളെ വായിക്കുമ്പോൾ ആ വായനയിലും വ്യാഖ്യാനത്തിലും ഹദീസുകൾ എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു കുരുക്കഴിക്കാൻ കഴിയാത്ത സമസ്യയെ അല്ല എന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഒരു സംഘം ഒരിക്കൽ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു നല്ല ഒരു വാദി, ഒരു ഗ്രാമം, ഫീഹി ഉയൈന എന്ന് പറഞ്ഞാൽ ഈ ഐൻ എന്ന് പറഞ്ഞാൽ ഉറവ, അരുവിയുടെ കൊച്ചരുവി, അതാണ് ഉയൈന എന്ന് അറബിയിൽ പറയുന്നത്. തിഫുൽ എന്ന് പറഞ്ഞാൽ കുട്ടി, തുഫൈൽ എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടി എന്നൊക്കെ പറയില്ല, അതേമാതിരി ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു അരുവി കണ്ടു, ശുദ്ധജലം കണ്ടു, നിർമ്മലമായ വായു കണ്ടു, മനോഹരമായ പൂക്കൾ കണ്ടു, പരിലസിക്കുന്ന പരിമളം അടിച്ചു വീശുന്ന മന്ദമാരുതൻ കണ്ടു, പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളും കൊച്ചു തുമ്പികളും കണ്ടു, പരന്നു കിടക്കുന്ന ആ പച്ചപ്പ് കണ്ടു, പതുക്കെ കളകളാരവമൊഴുക്കി ഒഴുകുന്ന പുഴ, ആ ആറ് കണ്ടു. എല്ലാം കൂടി കണ്ടപ്പോ ഈ അറബിക്ക് തോന്നി, ഈ സഹാബിക്ക് തോന്നി, ഇവിടെ കണ്ടു കൂടിയാലോ, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഈ ശുദ്ധതയുടെ മനോഹാരിതയിൽ ഇവിടെ അങ്ങ് കൂടിയാലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകനോട് ചോദിക്കണം, പ്രവാചകൻ സമ്മതിച്ചാൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ പ്രവാചകനോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത്, അങ്ങനെ ചെയ്യരുത്. അള്ളാഹു പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ 70 വർഷം സ്ഥിരമായി പതിവായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മഹത്തരമായ കാര്യമാണ്. ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഐച്ഛികമായ നിസ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലാതെ ഫർള് നിസ്കാരത്തെ ഇങ്ങനെ മറ്റൊരു സൽക്കർമ്മത്തോട് താരതമ്യപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം ഫർള് നിസ്കാരം എന്ന് പറയുന്നത് അതിന്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു മഹത് കർമ്മമാണ്. അപ്പൊ ആ സഹാബിയുടെ നിലപാടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സമീപിച്ചു എന്ന് ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹദീസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹദീസ്, ആയത്തുകളെ വിശദീകരിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട്. ഒരായത്തെടുത്തിട്ട് തീരുമാനം എടുക്കാൻ കഴിയില്ല. 2:244 എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതെന്താ സാധനം എന്നവർക്ക് മനസ്സിലായിട്ടില്ല. ഈ 2 എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയെ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആയത്തുകളൊക്കെ അറബിയിലാണ്. അറബി ഭാഷയുമായിട്ട് പ്രാഥമിക ബന്ധമില്ലാത്തവൻ തഫ്സീർ എവിടെന്നോ പരിഭാഷ നോക്കിയിട്ട് ഒരായത്തിന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്തത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ഒരു എൻസൈക്ലോപീഡിയ അല്ല. ഒരു കാര്യം പറയുമ്പോൾ എല്ലാ കാര്യവും അവിടെ പറയുന്ന ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിന്റെ സ്വഭാവമല്ല ഖുർആനിൻ്റെത്. ഖുർആൻ ഒരു കാര്യം തന്നെ പലയിടത്താണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ കാര്യത്തിൽ ഖുർആനിന്റെ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വിവരദോഷികൾ, വിവരദോഷികൾ വിജ്ഞാനം വിളമ്പുന്നവരായി മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്.
വിജ്ഞാനം ഇവിടെ നിന്ന് ഉയർത്തപ്പെടുകയില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ ശരിയായ കാമ്പറിയുന്ന ഇൽമും ഫഹ്മുമുള്ള പണ്ഡിതന്മാരുടെ തിരോധാനത്തിലൂടെ ഇൽമ തിരോഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ജാഹിലുകൾ വരും, അവർ ഫത്വ കൊടുക്കും, അവർ സ്വയം പിഴക്കുകയും ആളുകളെ പിഴപ്പിക്കുകയും ചെയ്യും. വേദക്കാരെ, നിങ്ങൾ അന്യായമായ വിധത്തിൽ ഈ ദീനിന്റെ വിഷയത്തിൽ ഇങ്ങനെ പരിധി വിട്ട് പോകരുത്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. മുമ്പേ തന്നെ വഴിപിഴച്ചുപോയ ജനതകളുടെ ഇച്ഛകൾ നിങ്ങൾ പിൻപറ്റരുത്. അവർ നേരത്തെ തന്നെ പിഴച്ചവരാണ്. ഒരുപാട് ആളുകളെ പേപ്പിക്കുകയും ചെയ്തു. ചൊവ്വായ വഴിയിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. എന്തുകൊണ്ടാണ് അവർ വ്യതിചലിക്കാൻ കാരണം? അവർ സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിച്ചവരുമായി വാലും മുള്ളിലുമാകാൻ കാരണം ഇസ്ലാമിന്റെ ഋജുവായ ആ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നതുകൊണ്ടാണ്. ആ വ്യതിചലനം എന്തുകൊണ്ട് സംഭവിച്ചു? തീവ്രത കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് മതത്തിന്റെ കാര്യത്തിൽ തീവ്രത പാടില്ല എന്നുള്ളത്, മതത്തിന്റെ കാര്യത്തിൽ ആത്മീയതയുടെ വിഷയത്തിൽ തീവ്രത പാടില്ല എന്നുള്ളത്, മതത്തോട് തീവ്രമായി സമീപിക്കരുത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനമാണ്. ജൂതന്മാർക്ക് ഈ തകരാറ് സംഭവിച്ചതുകൊണ്ട്, വേദക്കാർക്ക് ഈ പാളിച്ച പറ്റിയതുകൊണ്ട് അവരെ സാക്ഷിയാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് നടത്തിയിട്ടുള്ള ഒരു ആഹ്വാനവും കൂടിയാണത്. ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ അർത്ഥം തീരുമാനിക്കുന്നതിന് ആ ഒരൊറ്റ സൂക്തം മാത്രം മതിയാവുകയില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്ന സുന്നത്തിന്റെ വിഷയത്തിൽ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ഓരോ ഹദീസും വെച്ച് ഓരോരുത്തരും നിലപാടെടുക്കാൻ പോകുന്നുവെങ്കിൽ കുല്ലു ഹുസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ സംഘത്തിനും അവരുടെ കയ്യിലുള്ളത് കൊണ്ട് അതിൽ സന്തോഷത്തിലാറാടി അങ്ങനെ മുന്നോട്ട് പോകാം. അത് പക്ഷേ പ്രമാണബന്ധിതമായ ഒരു ജീവിതമല്ല. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് ഗൗരവത്തോടെ തിരിച്ചു വന്നുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം വ്യതിചലനങ്ങളെ പ്രാമാണികമായി പഠിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു സംയമം, അതിനുള്ള ഒരു സന്നദ്ധതയും മുസ്ലിം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും കാണിക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, മുസ്ലിം സമുദായത്തിലെ മതസംഘടനകളിൽ നിന്ന് ഒന്നിൽ നിന്നും ആളെ കിട്ടുകയില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഈ മതസംഘടനകളുടെ നേതാക്കന്മാർ അടിസ്ഥാനപരമായി സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. തമ്മിൽ അവരുടെ ചെറിയ മനസ്സുകൊണ്ട് സംഘടനാപരമായ കക്ഷിത്വം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തീവ്രതയും ഭീകരതയും ആരോപിക്കുന്നുവെങ്കിൽ അത് ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തെന്താണെന്നോ യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന അടിയൊഴുക്ക് ഏത് സ്വഭാവത്തിലുള്ളതാണെന്നോ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ കയ്യിലായി പോയി ആ അംഗങ്ങളുടെ നായകത്വം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അടിസ്ഥാനപരമായി തീവ്രതയിലേക്ക് പോകുന്നവരല്ല. IS സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ സംസ്കാരം അത് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നതാണ് എന്നുള്ളതാണ്. ബൈഅത്ത് ലഭിച്ചവർ അമീറാവുകയാണ്, അമീറായവർക്ക് ബൈഅത്ത് കിട്ടുകയല്ല. ഇത് വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട കാര്യം. അതായത് ബൈഅത്ത് ലഭിച്ചവർ അമീറാവുകയാണ്, അല്ലാതെ അമീറായി ഞാൻ വന്നു അതുകൊണ്ട് എനിക്ക് ബൈഅത്ത് എന്നതല്ല. അപ്പൊ ജനകീയ ജനാധിപത്യമാണ് ഖലീഫയെ തെരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തത് ഷൂറ സമ്പ്രദായമാണ്. മൂന്നാമത്തത് ബൈത്തുൽ മാൽ എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്താണ്. നാലാമത്തത് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അഞ്ചാമത്തത് സമൂഹത്തിലെ ഉന്നതർ താഴ്ന്നവർ എന്ന വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ എല്ലാ ആളുകൾക്കും അവസര സമത്വം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കപ്പെടും. ഒരുപാട് തത്വങ്ങൾ നിങ്ങൾക്ക് ഇസ്ലാമിക ഖിലാഫത്തിനെ കുറിച്ച് കാണാം. ഈ മഹനീയമായ ഖിലാഫത്ത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ഖിലാഫത്താണ്. അവിടെ ബ്രിട്ടൻ പണ്ടൊരു പ്രവാചകനെ അയച്ചു. ബ്രിട്ടൻ സാമ്രാജ്യത്വത്തിനെതിരെ ഇസ്ലാമിക ലോകത്ത് ജിഹാദി ആവേശം ആളിപ്പടരാൻ തുടങ്ങിയപ്പോ സായുധ ജിഹാദ് അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്നത് ബ്രിട്ടൻ അയച്ച ആ പ്രവാചകന്റെ പേരാണ്. ആ പ്രവാചകന്റെ അന്നത്തെ ഡ്യൂട്ടി സായുധ ജിഹാദിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബന്ധപ്പെട്ടവർ രണ്ടാമത്തെയും അയച്ചിരിക്കുന്നു, ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ സുന്ദരമുഖം വികൃതമാക്കാൻ, ഇതിന്റെ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ, ഇതിന്റെ ചതിക്കുഴികൾ തിരിയാൻ, പ്രാമാണികമായി ഇതിനെ അഭിമുഖീകരിക്കാനുള്ള ആർജവം മുസ്ലിം ഉമ്മത്ത് കാട്ടണം. അതല്ലാതെ ഖലീഫ എന്ന് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ വിഷയമല്ല, അത് അവരുടെ വിഷയമാണ്. ഓറ ബുക്കിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്, അത് ഒന്നാം പ്രതി അവർ തന്നെ. ഈ ഖിലാഫത്ത് എന്ന് കേൾക്കുമ്പോൾ, ബൈത്തുൽ മാൽ എന്ന് കേൾക്കുമ്പോൾ, ഹാക്കിമിയത്ത് എന്ന് കേൾക്കുമ്പോൾ അമീർ സമചിത്തതയോടെ ചിന്തിക്കുവാൻ മതസംഘടനകൾ സന്നദ്ധമാകണം. ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, പകരം ഇസ്ലാമിന്റെ തന്നെ സങ്കേതങ്ങളാണിത്.
ഇസ്ലാമിന്റെ പദാവലികളെ ദുരുപയോഗപ്പെടുത്തേണ്ടുന്ന വിധത്തിൽ, ദുർവ്യാഖ്യാനിക്കേണ്ട വിധത്തിൽ, അവഹേളിക്കേണ്ട വിധത്തിൽ ഒരു ഖലീഫ അവതരിച്ചു എന്ന് പറയുന്നത് അറബ് വസന്തത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രീയം പ്രസക്തമാകുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു ഖലീഫ അനിവാര്യമാകുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ്. ഏതൊരു പശ്ചാത്തലത്തിലാണോ പ്രവാചകനെ നിയോഗിച്ചത് അതുപോലെയുള്ള ഒരു പശ്ചാത്തലം ഖലീഫയുടെ നിയോഗത്തിനുമുണ്ട് എന്ന് അല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോകത്ത് എന്ത് തോന്നിയാസം നടന്നാലും അതിന്റെ പേറ്റന്റ് ഏറ്റെടുക്കുന്ന ഒരു ഇസ്ലാമിക സംഘം ഇസ്ലാമിക്ക് ഇത്രയും ദീർഘകാലം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. തക്ക സമയത്ത് ആ വിഷയത്തിൽ ഈ പ്രസ്ഥാനം നിലപാടെടുത്ത് പശുവിന്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാളിച്ചകൾ എന്ത് എന്നമായ ഒരു ദൗത്യത്തിലൂടെ ആ അപകടത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ കൈപിടിച്ച് കരകയറ്റി ഇസ്ലാമിന്റെ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്താൻ ഇസ്ലാമിക പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. ഇതിൽ യാതൊരുവിധ സംഘടനാ സങ്കുചിതത്വത്തിന്റെയും വിഷയമില്ല. അതുകൊണ്ട് മറ്റ് വിശദാംശങ്ങൾ ഇവിടെ ഇനിയും വരാനിരിക്കുന്ന പ്രഭാഷകർ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.